Lesson 1 Pair of Equations. അടുത്ത question. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിഞ്ഞാൽ ഇത് 2 മടങ്ങാവും. അവരുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പം നമുക്ക് എങ്ങനെ കാണാം? രാമുവിൻ്റെ വയസ്സ് അല്ലേ? രാമു, പിന്നെ ഇതാ റഹീമുണ്ട് അല്ലേ? റഹീം, രാമുവിൻ്റെ ഏജും റഹീമിൻ്റെ ഏജും. രാമുവിൻ്റെ ഏജും റഹീമിൻ്റെ ഏജും. രാമുവിന് എന്ത് കൊടുക്കാം? എക്സ് എന്നും റഹീമിന് വൈ എന്നും പേര് കൊടുക്കാം. ഇനി 4 years ago രാമുസ് ഏജ്. ഇനി നമുക്ക് എഴുതാം 4 years ago രാമുസ് ഏജ് എത്രയാണ്? 4 വർഷം മുമ്പുള്ള വയസ്സല്ലേ ചോദിക്കുന്നത് രാമുവിൻ്റെ. അപ്പോൾ എക്സ് മൈനസ് 4. എക്സ് ആണ് രാമു, 4 വർഷം മുമ്പത്തെ അല്ലേ? അതാണ് -4. ഇനി അതുപോലെ 4 years ago റഹീംസ് ഏജ്. റഹീമിൻ്റെ 4 വർഷം മുമ്പത്തെ നോക്കാം. അപ്പോൾ 4 years ago റഹീംസ് ഏജ് എന്താണ്? വൈ ആണ് റഹീമിൻ്റെ പേരിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ? വൈ -4. ആളുടെ മുന്നത്തെ കണ്ടുപിടിക്കണം നമുക്ക്. 2 പേരുടെയും മുന്നത്തെ കിട്ടി. ഇനി എന്താണ്? 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സും രാജുവിൻ്റെ വയസ്സിനേക്കാൾ 3 മടങ്ങായിരുന്നു. അപ്പോൾ റഹീമിൻ്റെ വയസ്സ് എന്താണ്? y-4. അത് ആദ്യം നമുക്ക് എഴുതാം. കണ്ടല്ലോ, ഈക്വൽ ടു 3 മടങ്ങ് ആയിരുന്നു അതിൻ്റെ വയസ്സിനേക്ക് രാജുവിൻ്റെ വയസ്സിന്. അപ്പോൾ രാജുവിൻ്റെ വയസ്സ് നോക്കാം. എത്രയാ? x-4. 3 × x-4. ഓക്കെ ആയല്ലോ. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇത് നമുക്ക് ഇൻറ്റു ചെയ്യാം അല്ലേ? അതെങ്ങനെയൊക്കെ ചെയ്യാം? ആദ്യം നമുക്ക് എക്സിനെയും വൈനും ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതിന് മുന്നേ ഇവർ ഇൻറ്റു ചെയ്യണം. അത് ആദ്യം ചെയ്യാം. y-4 = 3x മൈനസ് എന്താണ്? ഈ 4 എഴുതാം. ഓക്കെ ആയില്ലേ? ഇനി എക്സിനും വൈനും ഒരുമിച്ച് കൊണ്ടുവരാം നമുക്ക്. 3x - y. ഓക്കെ ആയല്ലോ. ഈക്വൽ ടു ഈ -4 ഇങ്ങോട്ടും, ഈ -4 ഇവിടെയും, ഈ -4 അങ്ങോട്ട് പോകുമ്പോൾ എത്രയായി? +4. ഓക്കെ ആയല്ലോ. ഇവിടെ മൈനസ് വേണ്ട, വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് വരുന്നതാണ്. ഇനി 3x - y. 4ഉം 4ഉം കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ്? 8 അല്ലേ? നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് വേണം? ഇനി രാമുവിൻ്റെ 2 വർഷം കഴിയുമ്പോൾ, നമ്മൾ 4 വർഷം മുമ്പത്തെയാണ്, 2 വർഷം ശേഷമുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ആഫ്റ്റർ 2 years രാമൂസ് ഏജ്. കണ്ടോ, എന്താണ്? 2 വർഷം കഴിഞ്ഞപ്പോൾ രാമുവിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ രാമുവിൻ്റെ നമുക്ക് കൊടുത്തത് എക്സ് എന്നാണ്. എക്സ്. ഇനി 2 വർഷം കഴിയുമ്പോൾ, കഴിഞ്ഞിട്ടല്ലേ? അപ്പോൾ +2. അതുപോലെ എന്ത് വേണം? ആഫ്റ്റർ 2 years റഹീമിൻ്റെ എന്താണ്? വൈ ആണല്ലേ? അതുപോലെ റഹീംസ് ഏജ് എങ്ങനെയാണ്? വൈ ആണ് റഹീമിൻ്റെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത്. അപ്പോൾ y+2. ഇനി എന്താ? 2 വർഷം കഴിഞ്ഞപ്പോൾ റഹീമിൻ്റെ വയസ്സ് y+2 ആയി. ഇനി 2 വർഷം കഴിഞ്ഞപ്പോൾ 2 മടങ്ങും ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കാണാം നമുക്ക്? കണ്ടോ, y+2 ഈക്വൽ ടു 2 മടങ്ങാണ് അല്ലേ? 2 × അതായത് 2 ടൈംസ് എന്നാണ് പറയുന്നത്. 2 × x+2 എഴുതിക്കൊണ്ടല്ലോ. ഇനി y+2, ഈ 2-നെ x കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2x + 4. ഇനി നമുക്ക് എക്സിനെയും വൈനെയും ഒരുമിച്ചാക്കാം. 2x - y ഈക്വൽ ടു 4 +2 അങ്ങോട്ട് പോകുമ്പോൾ -2. 2x - y ഈക്വൽ ടു 2. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി.
ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻസും കൂടി ഒരുമിച്ച് എഴുതാം. ഉണ്ടോ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 8. അത് നമുക്ക് താഴെ എഴുതാം. 3x മൈനസ് വൈ ഈക്വൽ ടു 8. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എൻ്റെ ഇടയിൽ എഴുതാം. 2x മൈനസ് വൈ ഈക്വൽ ടു 2. എക്സ് 0 8 2 കൂടി എന്ത് ചെയ്യണം? കൂട്ടിക്കഴിഞ്ഞാൽ 10 അല്ലേ? ഇനി എക്സ് ഈക്വൽ ടു 10. ഇനി അടുത്ത ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതാം നമുക്ക്. 3x മൈനസ് വൈ ഈക്വൽ ടു 8. എക്സ് എത്രയാണ്? 10 ആണല്ലേ? അപ്പോൾ 3 × 10 മൈനസ് വൈ ഈക്വൽ ടു 8. 13 മൈനസ് വൈ ഈക്വൽ ടു 8. ഓക്കെ ആയല്ലോ? ഇനി എന്താ? എക്സ് എത്ര കിട്ടി നമുക്ക്? 10 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് ഇല്ലേ? എന്താ? വൈനെ ഇങ്ങോട്ട് ഇട്ടിട്ട് 13 മൈനസ് 8 വൈ ഈക്വൽ ടു 13 8 കുറച്ച് എത്രയാണ്? 13 മൈനസ് 8 1 8 10 ആവാൻ 9 10 2 ഇവിടെ 2 വൈ ഉണ്ടായിരുന്നു ഇല്ലേ? ആ 2 22 വൈ ഈക്വൽ ടു 22. ആൻസർ കിട്ടി നമുക്ക്. എക്സ് ആരായിരുന്നു? രാമു ആയിരുന്നു. രാമുവിൻ്റെ വയസ്സ് 10ഉം റഹീമാരെ വൈ ആയിരുന്നു അല്ലേ? റഹീമിൻ്റെ വയസ്സ് 22 ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഓഫ് ദ 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. എന്താണ്? ഒരു മട്ട ത്രികോണത്തിലെ ചെറിയ കോണുകളുടെ വ്യത്യാസം 20 ഡിഗ്രിയാണ്. അതിൻ്റെ കോണുകൾ 3ഉം കണക്കാക്കണം. എങ്ങനെയാണ്? ആദ്യം റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ അല്ലേ? 90 ഡിഗ്രിയാണ്. അത് ഓക്കെ. ഇനി എന്ത് വേണം? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് എന്ത് പേര് കൊടുക്കാം? എക്സ് എന്ന് അല്ലേ? എക്സ് എന്നൊരു പേര് കൊടുക്കാം. ഇനി ഈ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? 90 ഡിഗ്രി മൈനസ് എക്സ് പേര് കൊടുത്തത് കണ്ടല്ലോ. ഇനി അതിന് നമുക്ക് എടുത്തുകൊണ്ട് പുറത്തോട്ട് എഴുതാം. എങ്ങനെ എഴുതാം? 19 മൈനസ് എക്സ്. ഇതാണ് ഞാൻ ഇങ്ങോട്ട് എഴുതി. ഓക്കെ ആണല്ലോ? ഇനി മുകളിലത്തെ എക്സ് എടുത്ത് എഴുതാം. മൈനസ് എക്സ് ഈക്വൽ ടു നമുക്ക് മുകളിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 20 ഡിഗ്രി. ആ 20 ഇവിടെ എഴുതാം. ഇനി 90 മൈനസ് എത്ര എക്സ് ഉണ്ട്? 2x ഈക്വൽ ടു 20. ഇനി 19 മൈനസ് ഈ 20 ഇങ്ങോട്ട് കൊണ്ടുവരാം. 20 ഈക്വൽ ടു 2x. ഇനി 19ഉം 20ഉം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 19 മൈനസ് 20 0 9 2 ആവാനായിട്ട് 7 70 ഈക്വൽ ടു 2x. എക്സ് ഈക്വൽ ടു 70/2. അപ്പോൾ എത്രയാണ്? 70നെ 2 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. എത്രയാണ്? 3 × 2 6 1 0 5 × 2 10 0 0. അപ്പോൾ നമുക്ക് എത്ര? 35. എക്സ് എത്രയാണ്? 35 ആണല്ലോ. ഇനി നമുക്ക് വീണ്ടും ആ ട്രയാങ്കിൾ ഒന്ന് വരച്ച് നോക്കാം. ഈ സൈഡിൽ നമുക്ക് നോക്കാം. വീണ്ടും നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇവിടെ 90 ഡിഗ്രിയാണ് നമുക്കറിയാം. ഇപ്പം നമ്മളിവിടെ നേരത്തെ ഇവിടെ എക്സ് ആണല്ലോ കൊടുത്തിരുന്നത്. എക്സ് എന്തായി മാറി? നമുക്ക് 35 ആയി മാറി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 19 35 കുറച്ചാൽ പോരെ? അപ്പോൾ 19 മൈനസ് 35 എത്രയാണ്? നോക്കിക്കോ. 19 മൈനസ് 35 8ആയി. 5 10 ആവാൻ എത്രയാണ്? 5 3 8 ആവാൻ 5. അപ്പോൾ ഈ ഭാഗത്ത് എത്രയാണ് നമുക്ക് കിട്ടുക? 55 ഡിഗ്രി. ഈ മാത്സ് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ഭാഗം നമുക്ക് കാണാം.